മീൻ വെട്ടാനിരിക്കണേ. എന്താ കുറച്ച് കൊഴുവ വാങ്ങിച്ചു. കൊഴുവല്ലെങ്കിൽ നത്തോലി അല്ലേ, അങ്ങനെ പറയണവരുണ്ട്. എന്താ കുറച്ച് കിളിമീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല മീനാണെന്ന് തോന്നി, അതുകൊണ്ടാട്ടോ രണ്ടും വാങ്ങിച്ചേ. കണ്ടോ, കിളിമീൻ നല്ല ഫ്രഷ് മീനാണ്. ഇത് കുറച്ച് പീര വറ്റിക്കുകയും ചെയ്യാം. നമ്മുടെ കിളിമീൻ എന്തായാലും മക്കൾക്ക് വറക്കാണ്ട് വലിയ ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് കിളിമീൻ വറക്കാമെന്നും വെച്ചു. അപ്പം ഞാൻ ഇതൊന്ന് വേഗം വെട്ടിയെടുക്കട്ടെ. നമ്മുടെ മീനൊക്കെ ഇതാണ്ടോ, നത്തോലിയതെ കിളിമീൻ വറക്കാൻ വേണ്ടി ഇതാ മുളക് വറ്റി തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുവൻ നമുക്ക് പീര വയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ പീര വയ്ക്കുമ്പോൾ ഒരു മൺചട്ടിയിൽ വെക്കുവാണ് ഏറ്റവും നല്ലത്. ഇതേ ഇവിടെ ഞാൻ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതെ കണ്ടോ 2 തണ്ട് കറിവേപ്പിലയുണ്ട് കേട്ടോ. നമ്മുടെ ഈ പീര വറ്റിച്ചതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കേട്ടോ. ഇത് നമ്മൾ മുളക് പൊടിയേക്കാൾ ഉപരിയായിട്ട് പച്ചമുളകാണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഞാൻ ഇതെല്ലാം ഈ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വലുതായിട്ട് കിടന്ന ഇച്ചിരി ഒതുക്കിയൊക്കെ മിക്സിയിലൊന്ന് ഒതുക്കിയിട്ട് ഇടണേ കേട്ടോ നല്ലത്. അപ്പം ഇത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി. ഇത് മുളക് പൊടി ഇതിന് ഒത്തിരി ചേർക്കാറില്ല, ജസ്റ്റ് കളറിനൊന്ന് ചേർക്കാറുള്ളൂ. നമുക്ക് പച്ചമുളകാണ് എരിവിന്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പച്ചമുളകിൻ്റെ എരിവാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. 2 തണ്ട് ഇപ്പില എടുത്തായിരുന്നു, അത് ഞാൻ 1 തണ്ട് ഇപ്പം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ആഡ് ചെയ്യുകയാണ്. 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുടംപുളി ഒരു 4 ചോളം, ഒത്തിരി വലിയതല്ല, അതുകൊണ്ട് ഒരു 4 ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ പീരയ്ക്ക് വേണ്ട എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിന്ന് അടുപ്പേ വെക്കുവാണ്. നന്നായിട്ട് തിളച്ച് ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ നമുക്ക് അടുപ്പ് വയ്ക്കാം. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് കൂട്ടണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വളിച്ചു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ആ പച്ചമുളകിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മീനങ്ങ് ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണ മീൻപീര കണ്ടോ. നമുക്ക് പതിയെ കുത്തി ഉടയ്ക്കാണ്ട് പതിയെ ഒന്ന് ഇളക്കിയിടാം കേട്ടോ. കണ്ടോ, നമ്മുടെ മീൻപീര സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുവാണ്, നമ്മുടെ പച്ച വെളിച്ചെണ്ണ. പിന്നെ നമ്മുടെ ഈ കറിവേപ്പിലയും കൂടെ ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് ജസ്റ്റ് ഞാനിന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കറക്കുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും കൂടെ സ്മെല്ലുണ്ടല്ലോ, മൂക്കിലേക്ക് തുളച്ച് കയറും. ഇപ്പം തന്നെ ചോറിനട്ടെ കേട്ടോ.